ഹലോ മൈ ഡിയർ എഫ് എം ജി ആസ്പിരിറ്റ്സ്. എനിക്കറിയാം ഇപ്പം നിങ്ങളോട് ഹോപ്പ് എവറിത്തിങ് ഈസ് ഫൈൻ എന്ന് ചോദിക്കുന്ന ചോദ്യം അർത്ഥമില്ലാത്തതാണ്. ബിക്കോസ് ഈവൻ തോ നിലവിലെല്ലാം ഫൈൻ ആണെങ്കിൽ പോലും യു ഗൈസ് വിൽ ഡെഫിനറ്റ്ലി ഹാവ് എ ക്വസ്റ്റ്യൻ ഓഫ് ഡൗട്ട് ആൻഡ് അൺഅവോയ്ഡബിൾ വെറിനെസ് അബൌട്ട് യുവർ പ്രിപ്പറേഷൻ. സ്വാഭാവികമാണ്. ഹായ്, ഐ എം ഡോക്ടർ ഉനീസ് ഉസ്മാൻ. ഐ ആം എൻ എഫ് എം ജി പാസി. ഇപ്പം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു പ്രോപ്പർ സ്ട്രാറ്റജിക് പ്ലാൻസിനെ കുറിച്ചോ ഹൗ ടു പ്രിപ്പയർ ഫോർ എഫ് എം ജി എന്നുള്ള ടോപ്പിക്കിനെ കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല. കാരണം ആസ് വി ബോത്ത് നോ, അപ്കമിങ് വെരി നിയറസ്റ്റ് ആയിട്ടുള്ള എഫ് എം ജി എക്സാമിന് അധിക സമയമില്ല. സോ ഇനി ഒരു പ്രോപ്പർ സ്ട്രാറ്റജി ഒക്കെ സെറ്റ് ചെയ്തിട്ട് ഐ എം അഫ്രൈഡ് ദാറ്റ് വോണ്ട് വർക്ക്. പിന്നെ ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ അത്യാവശ്യം സമയമായിട്ടുണ്ടാവും പ്രിപ്പറേഷൻ തുടങ്ങിയിട്ട്. അറൗണ്ട് 6 months 5 months ഒക്കെ ആയിട്ടുണ്ടാവും. ആൻഡ് ഈവൻ ദോ ഹൗ കാം കമ്പോസ്ഡ് യു ഗൈസ് ആർ, നിങ്ങളൊരു പ്ലെൻറ്റി ഓഫ് പ്ലാൻസ് ഉണ്ടാക്കിയിട്ടുണ്ടാവും, ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും, സസ്റ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ടുണ്ടാവും ഓരോ പ്ലാൻസിൽ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ, യു ഗൈസ് ഹാവ് എൻ എക്സലൻറ്റ് ഫാക്കൽറ്റീസ് ഔട്ട് ദേ ഹു ഹാവ് മച്ച് മോർ എക്സ്പീരിയൻസ് ദാൻ മീ. അവർ നിങ്ങൾക്ക് കൃത്യമായ ഗൈഡ് ലൈൻസുകളും കാര്യങ്ങളും തന്നു കഴിഞ്ഞിട്ടുണ്ടാവും. അത് ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. സോ ഐ ഡോണ്ട് വാണ്ട് ടു ബ്രേക്ക് ദാറ്റ് റീതം. ലെറ്റ് ഇറ്റ് ഫ്ലോ. ഓക്കെ. പിന്നെ ഞാൻ എന്താണ് സംസാരിക്കുന്നത്? വൺസ് ഐ വാസ് ഇൻ യുവർ ഷൂസ്, സോ ഐ നോ ഹൗ യു ഗൈസ് ആർ ഗോയിങ് ത്രൂ. കുറച്ച് കാര്യങ്ങൾ ഒരു എഫ് എം ജി എക്സാം അറ്റൻഡ് ചെയ്യുന്ന അവസാന ഫേസിൽ ശ്രദ്ധിക്കേണ്ടതും അത്യാവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാം. പ്രൈമറി തിങ്, ദ വെരി ഇമ്പോർട്ടൻറ്റ് കീ പോയിന്റ്, സെൽഫ് കോൺഫിഡൻസ്. You heard me right. I said self-confidence. I haven't said pseudo-confidence. There is a difference between self-confidence and pseudo-confidence. അത് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ നിങ്ങൾ പഠിച്ചിരിക്കണം. സെൽഫ് കോൺഫിഡൻസ് എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് എന്നുള്ള കാര്യം, ഇറ്റ് കംസ് വിത്ത് പ്രോപ്പർ റിവിഷൻസ് ആൻഡ് യുവർ കോൺഫിഡൻസ് ദാറ്റ് നിങ്ങൾ ഏതൊക്കെ ടോപ്പിക്സ് ക്രാക്ക് ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ സ്ട്രോങ് ബേസ് അബൌട്ട് ഓൾ സബ്ജക്ട്സ് ആൻഡ് ടോപ്പിക്സ്. അതാണ് നിങ്ങൾ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യേണ്ടത്. നോട്ട് ജസ്റ്റ് യു ഹാവ് ഡൺ സോ മെനി ലൈക്ക് ജി ടിസ് മൾട്ടിപ്പിൾ ടൈംസ്. അതായത് ഒരു ജി ടി ചെയ്തു, പിന്നെ അടുത്ത ജി ടി അല്ലെങ്കിൽ അടുത്ത ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ സെയിം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വന്നത് നിങ്ങൾ ക്രാക്ക് ചെയ്തു, ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ ഹിൻഡ് വേർഡ്സ് കണ്ടുപിടിച്ചു. അതായിരിക്കരുത് നിങ്ങളുടെ കോൺഫിഡൻസ്. യുവർ കോൺഫിഡൻസ് ഷുഡ് ബി, നിങ്ങളുടെ ഒരു ക്വസ്റ്റ്യൻ തെറ്റിപ്പോയി, ബട്ട് ദാറ്റ് ടോപ്പിക് യു ഹാവ് എ സ്ട്രോങ് ബേസ് എന്നുള്ളതാണ് നിങ്ങളുടെ കോൺഫിഡൻസ് ആയിരിക്കേണ്ടത്. ഈവൻ ദോ മേ ബി ലൈക്ക് ആ തെറ്റിയ ഉത്തരം ദാറ്റ് ക്യാൻ ബി എ റൈറ്റ് ആൻസർ. ഈ രണ്ട് ഓപ്ഷൻസിൽ 1% മറ്റേ ഓപ്ഷന് മുൻതൂക്കം വന്നത് കൊണ്ട്, ലൈക്ക് ദാറ്റ് ഈസ് റിയൽ കോൺഫിഡൻസ് എന്ന് പറയുന്നത്. ഓക്കെ. ആൻഡ് ദ സെക്കൻഡ് തിങ് ഈസ് ഡോണ്ട് കമ്പയർ. Don't compare in the sense, you will see people who study for 16. I personally have seen people who studied for 16 hours and couldn't make it. I've seen people who have done 5 to 6 hours and made it. Vice versa also. Okay. I've seen people who done 16 മണിക്കൂർ പഠിച്ചിട്ട് ക്രാക്ക് ചെയ്ത ആൾക്കാരുണ്ട്, 5 മണിക്കൂർ 4 മണിക്കൂർ പഠിച്ച് ക്രാക്ക് ചെയ്യാത്ത ആൾക്കാരുണ്ട്. രണ്ടുമുണ്ട്. സോ ഇറ്റ്സ് നെവർ അബൌട്ട് ദി ക്വാണ്ടിറ്റി ഓർ ദ ടൈം, ഇറ്റ്സ് ഓൾ അബൌട്ട് ദ ക്വാളിറ്റി. 5 മണിക്കൂർ ഇരിക്കുമ്പോൾ എഫിഷ്യൻ്റ് ആയിട്ട് 5 മണിക്കൂർ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടോ? അതിനാണ് ഇവിടെ പ്രാധാന്യം. അത് നിങ്ങളെപ്പോഴും നിങ്ങളുടെ മൈൻഡിൽ വെക്കേണ്ട ആവശ്യമാണ്. ഡോണ്ട് പ്രഷർ യുവർ ഗൈസ്. ഹാവ് സം ടൈം, ടേക്ക് സം ബ്രേക്ക്. ഇറ്റ്സ് ഓക്കെ ടു ടേക്ക് സം ബ്രേക്ക്. It's definitely okay to take some break. I'm not killing your guys' time. I know it's a crucial time. Around 40 days is left for the examination. ഭയങ്കര ക്രൂഷ്യൽ ടൈമാണ്. ഒരു ലെങ്തി വീഡിയോ ഒക്കെ ഇട്ടിട്ട് നിങ്ങളെ സമയത്തിന് ഞാൻ വെറുതെ വേസ്റ്റ് ചെയ്യുന്നില്ല. ഒരു ചെറിയൊരു പോയിന്റും കൂടി നിങ്ങളോട് പറയണമെന്നുണ്ട്. എനിക്ക് ഉറപ്പാണ് നിങ്ങളുടെ ഫാക്കൽറ്റീസും നിങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചുള്ള സീനിയേഴ്സ് ഒക്കെ ഈ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടാവും. പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ രജിസ്റ്റർ ആയിട്ടുണ്ടാവില്ല. ബിക്കോസ് എനിക്കറിയാം, എനിക്ക് പേഴ്സണലി അറിയാലോ. എന്താണെന്ന് വെച്ചാൽ, ട്രസ്റ്റ് യുവർ ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. അതായത് നമ്മളോട് ആൾക്കാർ പറയുന്നത് യു ഓൾവേസ് യുവർ ഫസ്റ്റ് ഇൻസ്റ്റിങ്ക്റ്റ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് കുത്തണം വിചാരിച്ച ഓപ്ഷൻ ആയിരിക്കും റൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റിൽ വീൽ പ്ലേ എ കാറ്റ് ആൻഡ് മൗസ്. ലൈക്ക് സീരിയസ്ലി സ്പീക്കിംഗ്, ഐ പേഴ്സണലി നോ പീപ്പിൾ ഹൂ കംസ് അറൗണ്ട് 148 149 വന്നിട്ട് ദേ ന്യൂ ദാറ്റ് അവർ മാറ്റി കുത്തിയ 10 8 ചോദ്യങ്ങളിൽ ഒരു 5ഓളം ആദ്യം അവർ കുത്തിയതായിരുന്നു ശരിയെന്ന് പിന്നെ അവർക്ക് റിയലൈസേഷൻ ഉണ്ടായിട്ട് അതിൻ്റെ പേരിൽ ഭയങ്കരമായിട്ട് റിഗ്രറ്റ് ചെയ്യുന്നതും ഭയങ്കര ഗിൽറ്റി ഫീൽ ചെയ്യുന്നതൊക്കെ ലൈക്ക് കപ്പിൾ ഓഫ് ഇയേഴ്സിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്.
സോ ഗോ വിത്ത് ഇൻസ്റ്റിങ്ക്റ്റ്. നിങ്ങൾക്ക് ബേസിക്കലി നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം അറിയാമായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഷോട്ടിൽ അത് കിട്ടുമായിരുന്നു. നിങ്ങളത് ഭാവിയിലേക്ക് വെക്കുക, അല്ലെങ്കിൽ നിങ്ങളൊരു ഇൻസ്റ്റിങ്ക്റ്റിൻ്റെ പുറത്തേക്ക് പോകാന്ന് പറയുമ്പോൾ തന്നെ യു ആർ നോട്ട് ഷുവർ എന്നാണ് അതിൻ്റെ അർത്ഥം. സ്റ്റിൽ ഇഫ് യു ആർ, നിങ്ങൾക്ക് ആ ഓപ്ഷനിലേക്ക് ഒരു ചായ്വുണ്ടെങ്കിൽ ദേ സംതിങ് നമ്മുടെ സബ് കോൺഷ്യസിലുള്ള നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരിക്കണം അതിന്. ഗോ വിത്ത് ദാറ്റ്. ഇതിൽ മിസ്റ്റേക്ക് പറ്റുന്നത് മോസ്റ്റ്ലി എപ്പോഴാന്ന് വെച്ചാൽ നമ്മൾ ഒരു 50 മിനിറ്റ്സ് നിങ്ങൾക്ക് പറയുമല്ലോ 50 150 മിനിറ്റ്സിൻ്റെ ഒരു സെറ്റ് വരും, അടുത്തൊരു സെറ്റ് വരുന്നതാണ് വരുന്നത്. അപ്പം ഈ 50 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് 50 മിനിറ്റ്സ് കഴിയാതെ അടുത്ത സെറ്റ് ഓപ്പൺ ആവില്ല. നിങ്ങളൊരു 35 മിനിറ്റ്സിൽ ഇത് ഫിനിഷ് ചെയ്തിരുന്നാൽ നിങ്ങൾക്ക് ഒരു 15 മിനിറ്റ്സിൻ്റെ ഗ്യാപ്പ് ഉണ്ട്. ഈ സമയത്ത് അഫ്കോഴ്സ് ഫസ്റ്റ് റൗണ്ട് ഒരു റീചെക്ക് മസ്റ്റാണ്. അതിനുശേഷം നമുക്ക് കിട്ടുന്നൊരു 8 മിനിറ്റ്സ് 9 മിനിറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, അവിടെ നമ്മൾ ഇരുന്നിട്ട് ക്വസ്റ്റ്യൻസിലൊന്നും കൂടി ഡീപ്പായിട്ട് ഇരിക്കുമ്പോൾ നമ്മൾ പെട്ടെന്നൊരു ഷെർലക് ഹോംസ് ഒക്കെ ആവും. നമുക്ക് ഓക്കെ ക്വസ്റ്റ്യനിയർ നമ്മുടെ ഇവിടെ ലോക്ക് ചെയ്തിട്ടാണ്, ലൈക്ക് ചില കാര്യങ്ങളിൽ നല്ലതാട്ടോ, ചില മൊമെന്റ്സിൽ അത് നല്ലതാണ്. നമ്മുടെ ബ്ലണ്ടർ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ക്രാക്ക് ചെയ്യാൻ, അതൊക്കെ മനസ്സിലാക്കി തരാൻ എളുപ്പമാണെങ്കിൽ പോലും ഭൂരിഭാഗം കേസുകളിൽ അത് കുറച്ച് ബുദ്ധിമുട്ടാറുണ്ട്. സോ ഞാൻ പേഴ്സണലി ചെയ്തിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ഒരു സെറ്റിൽ ഒരു ഇമേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവുമല്ലോ, ആ ക്വസ്റ്റ്യൻ അങ്ങ് ഓപ്പൺ ആക്കി വെക്കും. ആ ഫിഗർ അങ്ങ് ഓപ്പൺ ആക്കുമ്പോൾ സ്ക്രീൻ മൊത്തം ആ ഫിഗർ ആയിരിക്കും, ഓപ്ഷൻസ് അടിയിലായിരിക്കും. ഓപ്ഷൻസ് കാണുമ്പോഴാണ് നമുക്ക് മാറ്റിക്കുത്താനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകുക. എന്നിട്ട് എന്താ, അടുത്ത എത്ര മിനിറ്റാണ്, 6-7 മിനിറ്റ്സ് ആണെങ്കിൽ ഞാൻ അത് സ്റ്റെയർ ചെയ്തിരിക്കും, അല്ലെങ്കിൽ ഞാൻ കിടക്കും, അങ്ങനെയുള്ള പ്രോസസ്സുകൾ ചെയ്യും. സോ കീപ്പ് ഇൻ മൈൻഡ് ഓൾ ദീസ് തിങ്സ്. ഓക്കെ, ഇതൊക്കെ ഒന്ന് മനസ്സിൽ വെക്കുക. പ്രഷർ ഉണ്ട് എന്നറിയാം, നല്ല സ്ട്രെസ്ഫുൾ ടൈമാണ്, നല്ല പ്രഷറുള്ള ടൈമാണ്. ബട്ട് ഗെറ്റ് സം ടൈം ഫോർ യു ഗൈസ് ഓൾസോ. റിലാക്സേഷനും ഒന്ന് ഫ്രഷ് ആകാനൊക്കെ സമയം എടുക്കുന്നതിൽ തെറ്റു കാര്യങ്ങളൊന്നുമില്ല. മൈൻഡ് ഒന്ന് റിഫ്രഷ് ചെയ്യണം. അതൊക്കെ നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്റ്റേബിൾ ആക്കിയിട്ട് തന്നെ വെക്കണം. ഡോണ്ട് കിൽ യുവർ മെൻ്റൽ ഹെൽത്ത്. ഐ ആം സിൻസിയർലി ഹോപ്പിംഗ് ദാറ്റ് യു ഗൈസ് ക്ലിയർ ദ എക്സാമിനേഷൻ ദിസ് ടൈം. ഫെയിലിയറിൻ്റെ ഒരു ട്രോമയോ കാര്യങ്ങളൊന്നും നിങ്ങൾ അനുഭവിക്കാതിരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസോ സജഷൻസോ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ രജിസ്റ്റർ ചെയ്താൽ മതി, ഞാൻ എന്തായാലും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. So all the best guys. Thank you.